ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം നമ്മൾ പഠിച്ചു വരുന്നു. ആദ്യത്തെ അധ്യായത്തിലെ 8 ശ്ലോകങ്ങൾ വരെ നമ്മൾ ഇന്നലെ നോക്കി, ഭഗവാന്റെ മഹാകൃപ കൊണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ശ്രീല സൂത ഗോസ്വാമിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഉള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടു ശ്രീല സൂത ഗോസ്വാമിയെ വ്യാസാസനത്തിലേക്ക് ക്ഷണിക്കുന്നു. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷികൾ 6 മുതൽ 8 ശ്ലോകം വരെ നമ്മൾ കണ്ടു ശ്രീല സൂത ഗോസ്വാമിയുടെ മഹാഗുണങ്ങളെക്കുറിച്ച് അല്ലേ. ഇന്നലെ നമ്മൾ കണ്ടു അനഘ അതീതാനി ആഖ്യാതാനി വേദവിദാം ശ്രേഷ്ഠ സൗമ്യ സ്നിഗ്ധസ്യ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി 9 ശ്ലോകം മുതൽ ഇനി ഈ ഒരു അധ്യായം അവസാനിക്കുന്നതുവരെ നമുക്ക് കാണാം. നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഋഷിവര്യമാർക്ക്, ശൗനകാദി ഋഷിവര്യമാർക്ക് അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ഒരു അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ, ശീർഷകം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഋഷിമാരുടെ ചോദ്യങ്ങൾ എന്നാണ് അല്ലേ. ഇനി ഋഷിമാരുടെ ചോദ്യങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇവിടെ അവർ ചോദിക്കാൻ പോകുന്ന 6 ചോദ്യങ്ങളാണ്. 6 ചോദ്യങ്ങളാണ് അവർ ചോദിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യമാണ് 9 ശ്ലോകം. അപ്പോൾ നമുക്ക് നോക്കാം 9 ശ്ലോകം. തത്ര തത്രാഞ്ജസായുഷ്മാൻ ഭവതാ യത് വിനിശ്ചിതം പുംസാം ഏകാന്തതാ ശ്രേയസ് തന്ന സംസ്ഥിതും അർഹസി. ഓക്കെ, വസന്ത മാതാജി വായിക്കൂ ശ്ലോകം. വസന്ത രാജ്മോഹൻ മാതാജി ഉണ്ടോ? ഉണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. തത്ര തത്രാജ്ഞസായുഷ്മൻ ഭവതാ യദ്വി നിശ്ചിതം പുംസാമേകാന്തത ശ്രേയസ്തന്ന സംസിതുമർഹസി. ഹരേ കൃഷ്ണ. രത്ന മാതാജി ഉണ്ടെങ്കിൽ വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി, സോറി, എൻ്റെ അടുത്ത് ബുക്കില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വേണുഗോപാൽ പ്രഭു. ഓക്കെ, നോ പ്രോബ്ലം. റോഷി മാതാജി വായിക്കൂ വിവർത്തനം. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആകയാൽ ദീർഘായുഷ്മാനായ അങ്ങ് സാമാന്യ ജനങ്ങൾക്ക് പൂർണ്ണവും പരമവുമായ നന്മയെ നൽകുന്നത് എന്തെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവോ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായി വിവരിച്ചു തന്നാലും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ചോദ്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, എല്ലാവർക്കും എന്താണ് പരമസത്യം, അതേപോലെ തന്നെ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ്? ഇതാണ് ചോദ്യം. പരമസത്യം എന്താണ്, അതേപോലെ തന്നെ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി ഈ ചോദ്യം മനോഹരമാണ്. കാര്യം ഇവർ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങയുടെ ഗുരുവിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. എന്താണ് പരമസത്യം, അതേപോലെ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ്? ഇതാണ് അവരുടെ ചോദ്യം. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവത്ഗീതയിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശിലപ്രഭാത് ഭഗവത്ഗീതയിൽ പറയുന്നു, ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുജനങ്ങളെ ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. ഇവിടെ ആചാര്യന്മാർ ഗോസ്വാമിമാർ
അപ്പോൾ ശൗനകാദ ഋഷികൾ നോക്കൂ, അവർ ചോദിക്കുന്ന ചോദ്യം അവർക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ശീലപ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ, ആചാര്യന്മാർ അല്ലെങ്കിൽ ഗോസ്വാമിമാർ, നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ കണ്ടു ആചാര്യന്മാർ ഗോസ്വാമിമാരെ അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ പ്രഭുപാദ് പറയുന്നു അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ക്ഷേമമാണ്. മറ്റുള്ളവർക്ക് എങ്ങനെ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എന്നുള്ള ചിന്ത മാത്രമേ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആചാര്യരെ ആരാധിക്കണമെന്ന് പ്രഭുപാദ് ആദ്യത്തെ വാചകത്തിൽ പറയുന്നുണ്ട്. ആചാര്യരെ ആരാധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്, ഗുരുജനങ്ങളെ ആരാധിക്കുക എന്ന് പറയുന്നത്, ഇത് ശാസ്ത്രങ്ങളിൽ ഉടനീളം പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ എന്നും കാലത്ത് ചൊല്ലുന്ന ഗുരുവാഷ്ടകത്തിൽ തന്നെ പറയുന്നുണ്ട്, സാക്ഷാൽ ഹരിത്വേന സമസ്ത ശാസ്ത്രേ. ആരെ? ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് ഭഗവാനെ പോലെ തന്നെ കണ്ട് ആരാധിക്കണം എന്നാണ് പറയുന്നത്. ശില വിശ്വനാഥ് ചക്രവർത്തി ടാക്കൂർ നമ്മുടെ ഗുരുവാഷ്ടകത്തിൽ പറഞ്ഞു തരുന്ന കാര്യമാണ്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഭഗവാനെ പോലെ തന്നെയാണ്. അദ്ദേഹം ഭഗവാനല്ല, തീർച്ചയായിട്ടും ഭഗവത് തത്വമല്ല, അദ്ദേഹം ഭക്തരാണ്, ഭഗവാന്റെ സേവകരാണ്. പക്ഷേ ഒരു ശിഷ്യനെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ ഭഗവാനെ ആരാധിക്കുന്ന പോലെ തന്നെ ആരാധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട തത്വമാണ്, വളരെ പ്രധാനപ്പെട്ട തത്വമാണ്. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ നമ്മൾ പഠിച്ചു ഒരുപാട് പാഠങ്ങളിലെ ഒരു പാഠം ലെസൺ എന്തായിരുന്നു? ഗുരുവിനെ തദ്വിധി പ്രണിപാതേന, ഗുരുവിനെ, അതായത് ആ സ്നിഗ്ധസ്യ എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് പൂർണ്ണമായിട്ടും ഗുരുവിനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിനെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു സബ്മിസീവായിട്ടുള്ള, അതായത് ഗുരു എന്ത് പറയുന്നു അത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുള്ളവർ. എനിക്കൊന്നും അറിയില്ല, അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും എന്നുള്ള ഭാവത്തോടു കൂടി ഗുരുവിനെ സമീപിക്കുന്നവർ. ഇതാണ്, അങ്ങനെയുള്ളവർക്ക് ഗുരു ജ്ഞാനം, അത് വേണ്ട ജ്ഞാനമെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ ഗുരുജനങ്ങളെ അല്ലെങ്കിൽ ആചാര്യന്മാരെ, അവരെ ആരാധിക്കുന്നത്, ഒരുപാട് ആരാധിക്കുക അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്ന കാര്യവും ഭഗവാനെ കാണുന്നത് പോലെ കാണണമെന്ന് പറയുന്നത് ശാസ്ത്രങ്ങളിൽ ഉടനീളം പറയുന്നുണ്ട്. ഗുരുവാഷ്ടകത്തിൽ നമ്മൾ എന്നും കാലത്ത് ചൊല്ലുന്നതാണ്. ഭാഗവതത്തിൽ വരുന്നുണ്ട്, മദ്ഭക്ത പൂജ്യാഭ്യാധിക. 11ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു, ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ ഭക്തരെ പൂജിക്കണമെന്നുള്ളത്, എന്നെ പൂജിക്കുന്ന പോലെ തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ പൂജിക്കണമെന്നാണ്, എന്നേക്കാൾ കൂടുതൽ അവരെ ബഹുമാനിക്കണം, അവരെ ആരാധിക്കണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. യേ മേ ഭക്ത ജനാ പാർത്ഥ നമേ ഭക്താശ്ച തേ ജന മദ്ഭക്താനാം ച യേ ഭക്താസ് തേ മേ ഭക്ത തമാമതഃ. ഇത് ആദിപുരാണത്തിൽ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംവാദത്തിൽ കൃഷ്ണൻ പറയുന്നതാണ്, യേ മേ ഭക്ത ജനാ പാർത്ഥ, ഓ പാർത്ഥ, എൻ്റെ ശരിയായിട്ടുള്ള ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമേ ഭക്താസ് ചതേ ജന, അതായത് എന്നെ ആരാധിക്കുന്നവരല്ല, മത് ഭക്താനാം ചയേ ഭക്താസ്, എന്നാൽ എൻ്റെ ഭക്തരെ ആരാധിക്കുന്നവർ, എൻ്റെ ഭക്തരെ ആരാധിക്കുന്നവർ തേമേ ഭക്ത തമാമത, അങ്ങനെയുള്ളവരാണ് എൻ്റെ ശരിയായിട്ടുള്ള ഭക്തർ. ഇത് ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ്. അതുപോലെ വേറൊരു ശ്ലോകമുണ്ട്, പാർവതി ദേവിയും ഭഗവാൻ ശിവനും തമ്മിലുള്ള ഒരു സംവാദത്തിൽ പറയുന്നു, ആരാധനാനാം സർവേഷാം വിഷ്ണുർ ആരാധനം പരം തസ്മാത് പരതരം ദേവി തദിയാനാം സമർച്ചനം. അവിടെ എന്താണ് പറയുന്നത്? അവിടെ പാർവതി ദേവി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ, പാർവതി ദേവിയുടെ ഭർത്താവിനോട്, മഹാദേവനോട്, ആരെയാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധ്യ പുരുഷൻ ആരാണ്? ഇതാണ് ചോദ്യം. ആരെയാണ് കൂടുതൽ ആരാധിക്കേണ്ടത്? അപ്പോൾ മഹാദേവൻ ഉത്തരം പറയുന്നു, ആരാധനാനാം സർവേഷാം, എല്ലാ ആരാധനകളിലും വെച്ച് വിഷ്ണുർ ആരാധനം പരം, പരമമായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിനെ ആയിരിക്കണം, ആണ്.
അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ആരാണ് പറയുന്നത്? വൈഷ്ണവാനാം യഥാ ശംഭു, വൈഷ്ണവരിലെ ശ്രേഷ്ഠനായിട്ടുള്ള മഹാദേവൻ്റെ ഉത്തരമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പാർവതി ദേവിക്ക് ഒരു സംശയം വന്നു. കാര്യം പാർവതി ദേവി ആരാധിക്കുന്നത് മഹാദേവനെയാണ്, സ്വന്തം ഭർത്താവിനെയാണ്. ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അപ്പോൾ പാർവതി ദേവിക്ക് സംശയമായി, വിഷ്ണു ആരാധനം എന്ന് പറയുന്നു, വിഷ്ണുവിനെ ആരാധിക്കേണ്ടത്, കൃഷ്ണനെ ആരാധിക്കേണ്ടത്, അതാണ് സർവശ്രേഷ്ഠമായിട്ടുള്ള ആരാധന എന്ന് അങ്ങ് പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം പാർവതി ദേവിയുടെ ഉള്ളിൽ വന്നു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള 2 വരികളും കൂടെ മഹാദേവൻ പറയുവാണ്. എന്താണ് പറയുന്നത്? തസ്മാത് പരതരം ദേവി തദീയാന സമർച്ചനം. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, അതായത് വിഷ്ണു ആരാധനയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, കൃഷ്ണനെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? തദീയാനാം സമർച്ചനം. തദീയാനാം എന്ന് പറഞ്ഞാൽ, തദീയ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാർഷദരാവാം, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാവാം, ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതെല്ലാം. ഇംഗ്ലീഷിൽ പാരഫെനേലിയ എന്ന് പറയും, അതായത് ഭഗവാനുമായിട്ട് സംബന്ധിച്ചുള്ളതെല്ലാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഭക്തരെയാണ് കൂടുതലായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ ആരാധിക്കുന്നതാണ് ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ സർവശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ദേവി ചെയ്യുന്നത് തെറ്റല്ല. കാര്യം കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു പറയുന്നുണ്ട്, എപ്പോഴും പറയുന്നു, വൈഷ്ണവാനാം യഥാ ശംഭു, എന്നെ എല്ലാ വൈഷ്ണവിലും വെച്ച് ശ്രേഷ്ഠനായിട്ട് ഭഗവാൻ കൃഷ്ണൻ വിഷ്ണു കാണുന്നുണ്ട്. അതുകൊണ്ട് ദേവി ആരാധിക്കുന്നത് എന്നെയാണ്, അതുകൊണ്ട് കറക്റ്റാണ്, ഈ പ്രിൻസിപ്പിൾ കറക്റ്റാണ്. ഞാൻ ആ കൃഷ്ണൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൂടുതൽ സന്തോഷമാവുള്ളൂ എന്ന് പറയുന്നു. അഹങ്കാരത്തോട് കൂടിയിട്ടല്ല മഹാദേവൻ അവിടെ പറയുന്നത്, അവിടെ ഒരു വലിയൊരു തത്വം പറയുവാണ് അദ്ദേഹം ഭഗവാന്റെ ഭക്തരെ ആരാധിക്കുന്നതിനെക്കുറിച്ച്. പരിശുദ്ധ ഭക്തർ, അങ്ങനെ എല്ലാ പരിശുദ്ധ ഭക്തരെ ആരാധിക്കുന്ന കാര്യം പറയാം. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ആരാധിക്കണമെന്ന് പറയുന്നത്. ശ്രീല പ്രഭുപാദിൻ്റെ ഗുരുപൂജ നമ്മൾ നടത്തുന്നു, ഗുരു അഷ്ടകം നമ്മൾ ചൊല്ലുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരുവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവില്ല. കനിഷ്ഠ അധികാരികൾക്ക് ഇത് മനസ്സിലാവില്ല. കനിഷ്ഠ അധികാരികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരേ ഒരു വിചാരം, ഭഗവാൻ അമ്പലത്തിൽ മാത്രമേ ഇരിപ്പുള്ളൂ, അമ്പലത്തിൽ ഭഗവാനുണ്ട്, അതിനപ്പുറത്ത് അവർക്കൊന്നും അറിയില്ല, ഒന്നിലും വിശ്വാസവുമില്ല. അങ്ങനെയുള്ളവർ പറയും, എന്തിനാണ് ഈ ഗുരുജനങ്ങളെ അല്ലെങ്കിൽ ഇവരെയൊക്കെ ആരാധിക്കുന്നത്? പല കനിഷ്ഠരും ചിന്തിക്കും, എന്തിനാണ് അമ്പലത്തിൽ, ഇപ്പോൾ പ്രഭുപാദൻ്റെ വിഗ്രഹം കാണുമ്പോൾ അമ്പലത്തിൽ പലവരും കനിഷ്ഠരായിട്ടുള്ളവർ ചോദിക്കും, എന്തിനാണ് പ്രഭുപാദൻ്റെ ഇവിടെ വിഗ്രഹം, ഭഗവാന്റെ വിഗ്രഹം പോലെ ഒരു മനുഷ്യൻ്റെ വിഗ്രഹം? മാത്രമല്ല നിങ്ങൾ പൂജയും ചെയ്യുന്നുണ്ട്, ഗുരുപൂജയുണ്ട്, അതെന്തിനാണ് ചെയ്യേണ്ടതെന്ന് ചോദ്യം വരും. ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പലവരും. അത് കനിഷ്ഠരാണ് ആക്ച്വലി. കാര്യം അവർക്കറിയില്ല, ഈ തത്വങ്ങൾ അറിയില്ല. മദ്ഭക്ത, ഭഗവാന്റെ ഭക്തരുടെ ആ ഒരു മഹിമ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഗുരു ആരാധന, ഗുരുപൂജ ഇതെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ആധ്യാത്മിക പുരോഗതിക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന്. അതുകൊണ്ട് ഇതെല്ലാം പ്രഭുപാദ് നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രഭുപാദ് ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനും വലിയൊരു സൗഭാഗ്യം ആർക്ക് കിട്ടാനാണ്? നമുക്കെല്ലാം ഉണ്ട് ഇവിടെ, വേറെ എവിടെയും പോകേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇപ്പോൾ പ്രഭുപാദ് ആചാര്യന്മാരുടെ പ്രാധാന്യം, അവരുടെ മഹിമയെക്കുറിച്ച് ഈ ഒരു ഭാവാർത്ഥത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആചാര്യന്മാർ അല്ലെങ്കിൽ ഈ ഗുരുജനങ്ങളൊക്കെ, ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരൊക്കെ അവരുടെ ഒരേ ഒരു ആഗ്രഹം മറ്റുള്ളവരുടെ ക്ഷേമം മാത്രമേ അവരാഗ്രഹിക്കുന്നുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ശൗനകാദി ഋഷികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയും കൂടിയുണ്ട്. കാര്യം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ഇനി കലിയുഗത്തിലെ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഓൾറെഡി ശൗനകാദി ഋഷികൾക്കറിയാം. അടുത്ത ശ്ലോകത്തിൽ കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശൗനകാദി ഋഷി അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതും കൂടെ മുന്നിൽ കണ്ടിട്ടാണ് ചോദിക്കുന്നത്. കാര്യം ഇനി വരാൻ പോകുന്ന അവസ്ഥ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കലിയുഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയമാണ്. കലേർ ദോഷ നിധേ രാജൻ,
സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നതാണ്, കലയർ ദോഷ നിധേ രാജൻ, ദോഷത്തിൻ്റെ മഹാസാഗരമാണെന്ന് പറയുന്നത്. ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിൽ. എന്നാൽ അസ്ഥിഹി ഏകോൻ മഹാഗുണ, എന്നാൽ ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗുണമുണ്ട്. കലിയുഗത്തിൽ പ്രശ്നങ്ങളും പ്രോബ്ലംസും മാത്രമേ ഉള്ളൂ. മഹാസാഗരം പോലെയാണ്, എവിടെയും അവസാനമില്ല, അങ്ങനത്തെ ഒരു സാഗരം പോലെയാണ് പ്രശ്നങ്ങൾ. എന്നാൽ അസ്ഥിഹി ഏകോൻ മഹാഗുണ, ഒരു ഗുണമുണ്ട്, വളരെ സ്പെഷ്യലാണ്. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കീർത്തനം, ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ നാമജപത്തിലൂടെ മുക്തി, അല്ലെങ്കിൽ ഈ ഭൗതിക ഭൗതിക മഹാസാഗരം നമ്മൾ കടന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ശക്തിയുണ്ട് ഹരിനാമത്തിന് എന്ന് സുഖദേവ് ഗോസ്വാമി 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു, ഭാഗവത്തിൻ്റെ അവസാനം. ഇവിടെ ശൗനക ഋഷികൾ ചോദിക്കുന്നതാണ്, അതായത് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ്, എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള, കലിയുഗത്തിൽ ആളുകൾ ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്നു. അപ്പോൾ നോക്കൂ, ഇതാണ് ഒരു ശുദ്ധ ഭക്തൻ്റെ, അല്ലെങ്കിൽ ഭക്തരുടെ, പരിശുദ്ധ ഭക്തരുടെ, ആചാര്യന്മാരുടെ ഒരു മനസ്സ്. ഇതാണ് പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അവരെപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല സ്വഭാവമാണ്. കൂട്ടത്തിൽ നമ്മളും കൂടെ അത് പാലിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമം നോക്കണം. ജന്മസാർത്ഥക കരോ പരോപകാർ, അതാണ് മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഫോർമുല. ജന്മസാർത്ഥക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മം നമ്മൾ ആദ്യം ശരിയാക്കണം. നമ്മുടെ ജന്മം, അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആചരിക്കേണ്ടത് ആചരിച്ചുകൊണ്ട് കൂടെ മറ്റുള്ളവരെ സഹായിക്കുക. നമ്മൾ പ്ലെയിനിൽ പോകുമ്പോൾ, ഫ്ലൈറ്റിൽ പോകുമ്പോൾ അവർ പറയും, എമർജൻസി സമയത്ത് അവർ അനൗൺസ് ചെയ്യുമ്പോൾ കേൾക്കാം. എല്ലാ പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഈ ഒരു കാര്യം. ജന്മസാർത്ഥക കരോ പരോപകാർ എന്നുള്ള ശ്ലോകം ഓർമ്മ വരണം. ഞാൻ ഭക്തി ആചരിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് ഭക്തി പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അവിടെ എന്താണ് പറയുന്നത്? പറയും, ഈ എമർജൻസി സമയത്ത് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ശ്വാസം കിട്ടാതെ വരുവാണെങ്കിൽ ആദ്യം നിങ്ങൾ മാസ്ക് ധരിക്കുക. നിങ്ങൾ മാസ്ക് ധരിച്ചതിന് ശേഷം മറ്റുള്ളവരെ മാസ്ക് ധരിക്കാൻ സഹായിക്കുക, കഴിയാത്തവർക്ക്. അങ്ങനെയാണ് പറയുന്നത്. ആദ്യം മറ്റുള്ളവരെ സഹായിക്കാനല്ല പറയുന്നത്, ആദ്യം നിങ്ങൾ ധരിക്കുക. കാര്യം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി, നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ളൊരു പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ അവരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ പ്രശ്നം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ 1-2 ആളെ രക്ഷിക്കുമായിരിക്കും, അപ്പോഴേക്കും നമ്മൾ തകർന്നു വീഴും. എന്നാൽ നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് രക്ഷിക്കാൻ നോക്കുന്നത് വെച്ചാൽ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ സാധിക്കും. അതേപോലെയാണ് നമ്മൾ ആദ്യം ഇത് ഫോളോ ചെയ്യുക, ആചരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക. ഇതാണ് ഒരു ആചാര്യൻ്റെ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ, ഗുരുജനങ്ങളുടെ ഒരു ഭാവം. അതാണ്. ഇപ്പോൾ പ്രഭുപാദ് ആ കാര്യങ്ങളൊക്കെ ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ശൗനക ഋഷികൾ പറയുന്നു ഈ കലിയുഗത്തിലെ അവസ്ഥ. ഈ ചോദ്യം 9ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചതിൻ്റെ കാരണം കൂടെയാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ. കാര്യം ഇതാണ് അവസ്ഥ, എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, കലിയുഗം എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ 10ാമത്തെ ശ്ലോകം വളരെ ഫേമസ് ആണ്, നമുക്ക് നോക്കാം. പ്രായേണാൽപായുഷാ സഭ്യ കലൗ അസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യാ ഹി ഉപദ്രുതാഹ. വിദ്യ മാതാജിയുടെ പുസ്തകം ഉണ്ടെങ്കിൽ ശ്ലോകം വായിക്കൂ. ശ്ലോകം ഓക്കെ. മാതാജിയുടെ മൈക്കിന് ഓക്കെ സോറി, ഒറ്റ മിനിറ്റ്, ഞാനത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. സോറി, ക്ഷമിക്കണം. കാര്യം നേരത്തെ മൈക്സ് ഓൺ ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി ട്രൈ ചെയ്യൂ. ഇനി നോക്കൂ. വിദ്യ മാതാജി ട്രൈ ചെയ്യൂ. ഹരേ കൃഷ്ണ.
സാധിക്കുന്നില്ലെങ്കിൽ സാരമില്ല. വാത്സല മാതാജി വായിക്കൂ ശ്ലോകം. हरे कृष्णा प्रभु जी। ओम नमो भगवते वासुदेवाय। प्रायेणल्पायुष सभ्या कलावस्मिन् युगे जनाः मन्दा सुमन्दमतयो मन्दभाग्याशुभदृताः। हरे कृष्ण प्रभु। താങ്ക് യു. ഷീല മാതാജി ഉണ്ടോ? ഷീല സുദർശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനമായി ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ ശ്രേഷ്ഠ പണ്ഡിത, കലി പ്രബലനായ ഈ ആയോ യുഗത്തിൽ മനുഷ്യർ അല്പായുസ്സുകളാണ്. അവർ നിർഭാഗ്യവാന്മാരും വഴക്കാളികളും മടിയന്മാരും മാർഗഭ്രംശം സംഭവിച്ചവരും സർവോപരി സദാ ആകുലരുമാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഇവിടെ പറയുന്നു കലിയുഗത്തിലെ പ്രശ്നങ്ങളാണ്. കലിയുഗത്തിൻ്റെ ഗുണങ്ങൾ, അത് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളല്ല, പ്രശ്നങ്ങളാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത്? അല്പായുഷ, ആയുസ് കുറവായിരിക്കും എന്നുള്ളത്, അതാണ് ആദ്യത്തെ കാര്യം. അല്പായുഷ, നമ്മൾ ഇവിടെ മാക്സിമം കലിയുഗത്തിലെ ആയുസ് പറയുന്നത് 100 വർഷമാണ് ആവറേജ് പറയുന്നത്, ശാസ്ത്രങ്ങളിൽ പറയുന്നത്. എന്നാൽ 100 വർഷം ഇല്ല ശരിക്കും. സത്യയുഗത്തിലെ ഡ്യൂറേഷൻ പറയുന്നത് 1 ലക്ഷം വർഷങ്ങളാണ് ആയുസ്. അതുകൊണ്ടാണ് വാത്മീകി ഋഷിക്കും ഒരുപാട് അതേ ഈവൻ നമ്മുടെ ഹിരണ്യകശിപുവിനുമൊക്കെ 10,000 വർഷങ്ങൾ അവർക്ക് ധ്യാനിക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വരുന്ന രണ്ടാമത്തെ യുഗമായിട്ടുള്ള ത്രേതായുഗത്തിലെ വയസ്സ് പറയുന്നു, അല്ലെങ്കിൽ ആയുസ് പറയുന്നു ഏകദേശം 10,000 വർഷങ്ങളുണ്ട് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ദ്വാപര യുഗത്തിൽ 1000 വർഷമാണ് ആവറേജ് വയസ്സ് പറയുന്നത്. കലിയുഗത്തിൽ 100 പറയുന്നത്. എന്നാൽ ഇന്ന് 100 പോയി 70 60 ഇനി 60 പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആയുസ് വളരെ കുറവാണ്. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. കലിയുഗത്തിൻ്റെ ക്വാളിറ്റീസാണ് പറയുന്നത്, പ്രശ്നങ്ങളാണ് പറയുന്നത്, നെഗറ്റീവ് ക്വാളിറ്റീസൊക്കെ. അതുപോലെ പിന്നെ പറയുന്നു കലൗ അസ്മിൻ യുഗേജന മന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയും അതേപോലെ തന്നെ രണ്ട് കാര്യം. ഒന്ന്, മന്ദയ്ക്ക് മുമ്പ് കലൗ അസ്മിൻ യുഗേജന, അത് വേറൊരു അർത്ഥം കൂടെ കലിയുഗത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ പറയുന്നുണ്ട്. കലഹം എന്ന് പറയുന്ന സംഭവം, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക. ഇത് കലിയുഗത്തിലെ ഒരു പ്രോബ്ലമാണ്. അതായത് എല്ലാവർക്കും ആരെയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാവരേക്കാൾ കേമനാണെന്നുള്ളൊരു ഒരു വിചാരം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള വിചാരം. അതേപോലെ ഒരു ചെറിയ കാര്യം മതി അടികൂടാൻ. ശരിയല്ലേ? എന്തിനു പറയണം, രാജ്യം തമ്മിൽ അടികൂടുന്നതും യുദ്ധം ചെയ്യുന്നതും ഒക്കെ മാറ്റിവെക്കുക. ഓക്കെ, അത് നടക്കുന്നുണ്ട്, ശരിയാണ്. സ്വന്തം വീടുകളിൽ നടക്കുന്ന കലഹത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സഹോദരങ്ങൾ തമ്മിലുള്ള കലഹം, അതേപോലെ സ്വന്തം ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ, അയൽവാസിയായിട്ടുള്ള കലഹവും രാജ്യവും തമ്മിലുള്ള കലഹവും മാറ്റിവെക്കും. അത് പിന്നെ അതിനേക്കാൾ കഷ്ടമാണ് വീട്ടിനകത്ത് നടക്കുന്നു. വീട്ടിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ പുറത്ത് നടക്കാതിരിക്കുമോ? ഇതെല്ലാം കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇപ്പോൾ രണ്ടായി, കലഹം എന്ന് പറയുന്നത് ആദ്യം അല്പായുഷം, പിന്നെ കലഹം. 3 മന്ദ എന്ന് പറഞ്ഞാൽ മടി, നമുക്ക് ആർക്കും ഇല്ലാത്തത് മടി. ആധ്യാത്മിക കാര്യങ്ങൾ പറയുമ്പോൾ എത്ര ആളുകൾക്ക് ആ ഒരു ഉത്സാഹമുണ്ട്, എത്ര ആളുകൾ ഉത്സാഹമുണ്ട് ഇത് ചെയ്യാൻ? വളരെ കുറവേ ഉള്ളൂ. നമ്മുടെ ഉത്സാഹം തന്നെ അത് ഈ പറഞ്ഞ പോലെ എന്നും ഒരേപോലെയല്ല. ചില ദിവസങ്ങളിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ കാലത്ത് നേരത്തെ എഴുന്നേക്കും, ചില ദിവസങ്ങളിൽ മടിയാവും. ഇന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ്, കുറച്ച് റെസ്റ്റ് എടുക്കാം തോന്നും, കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുക്കാം, ശരീരത്തിന് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും, അല്ലേ? അപ്പോൾ മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതലും. മറ്റുള്ള വല്ല
ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് മടി അധികം ആളുകളിൽ കാണില്ല. അതിനൊക്കെ വലിയ ഇൻട്രസ്റ്റാണ് എല്ലാവർക്കും. ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി മടി കാണിക്കുന്നത് കാണില്ല. ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ മടി കാണിക്കുന്നു. പക്ഷേ എന്താണെങ്കിലും മടി എന്ന് പറയുന്നൊരു സ്വഭാവം നമ്മളെല്ലാവരിലും ഉണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ നാളേക്ക് മാറ്റി വയ്ക്കുന്നു. നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, പിന്നെ അതൊരിക്കലും നടക്കില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ മാറ്റി വെച്ചിട്ടൊരു കാര്യമില്ല. ഇത് തമോ ഗുണത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ മടിയുണ്ട്, മന്ദ. പിന്നെ പറയുന്നു സുമന്ത മതയ. സുമന്ത മതയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ ആളുകൾക്ക് വഴി മാറ്റിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ സാധിക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഭഗവാന്റെ നാമമൊക്കെ ചൊല്ലി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും വന്ന്, അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആരെങ്കിലും വന്ന് പറയും, വെറുതെയല്ല, നിങ്ങൾ കൃഷ്ണഭക്തി ചെയ്തിട്ടാണ്, കൃഷ്ണനെയല്ലേ ആരാധിക്കുന്നത്, കൃഷ്ണനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം, ആ ദേവീക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ശരിയാണോ ഇവർ പറയുന്നത്? ശരിയായിരിക്കാം ഒരു പക്ഷേ, വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ അവിടെ ഓടിപ്പോകുന്നു. അതൊരു തരത്തിലുള്ള ഇത് മിസ്ഗൈഡ്, അതായത് മിസ്ഗൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത് വേറൊരു കാര്യം പറയാം. ഒരുപാട് ഒരു മനുഷ്യ ദൈവങ്ങൾ വരുന്നുണ്ട്. അത് ആ ഒരു ട്രെൻഡ് നടക്കുന്ന സമയമാണ് ഇന്നത്തെ കാലത്ത്. ഞാൻ അവതാരമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. സുമന്ദമതയായി വളരെ ഈസിയാണ് ആളുകളെ പറ്റിക്കാൻ. ആളുകളെ വഴിതെറ്റിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ അതിൽ പെട്ടു പോകുന്നു. ഇത് കലിയുഗത്തിലെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് വഴി തെറ്റിക്കാനുള്ള ആളുകളും ഉണ്ടാവും, വഴി തെറ്റിപ്പോവാൻ വേണ്ടിയിട്ടും കുറേ പേര് സമ്മതമായിട്ട് അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്നവരും ഉണ്ടാവും. അതാണ് വളരെ നിർഭാഗ്യമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അതാണ് സുമന്ദമതയ. ഇനി അടുത്ത പോയിന്റ് എന്താണ്? മന്ദഭാഗ്യ. മന്ദഭാഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമില്ല എന്നുള്ളത്. ഭാഗ്യമില്ല എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കലിയുഗത്തിലെ ആളുകൾക്ക് ഭാഗ്യം കുറവാണ്. എല്ലാം കൊണ്ടും ഭാഗ്യം എന്ന് പറയുന്നത് കുറവാണ്. അത് ചിലപ്പോൾ കിട്ടും, കാര്യം ആളുകൾക്ക് കിട്ടുന്നുണ്ടാവും ചില സമയങ്ങളിൽ. പക്ഷേ നമ്മളത് തിരിച്ചറിയുന്നില്ല, അതിനെ പാഴാക്കി കളഞ്ഞു. ഉദാഹരണത്തിന് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള ഭാഗ്യങ്ങൾ മാത്രമല്ല, ലോട്ടറി അടിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അത് മാത്രം അങ്ങനെയുള്ള ഭാഗ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആ ഒരു കാര്യം, ഉദാഹരണത്തിന് ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ, മഹാസൗഭാഗ്യം, നമുക്കൊരു പക്ഷേ സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം, ഭഗവത്ഗീത പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കാതെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അതിന് ആ ഒരു അവസരം നമ്മൾ പാഴാക്കി കളയുന്നു. മന്ദഭാഗ്യ. അപ്പോൾ നമ്മൾ ശരിക്കും പറയും മന്ദഭാഗ്യരാണ്. അവസരം കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ അവസാനത്തെ വേറെ കാര്യം പറയുന്നത് എന്താണ്? ഉപദ്രത. ഉപദ്രത എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സദാസമയത്തും മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും വേവലാതികൾ. ഈ വേവലാതികൾ ഇല്ലാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടാവില്ലേ? എന്തെങ്കിലും വേവലാതികളുണ്ടാവും. എന്തെങ്കിലും ആധ്യാത്മിക ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഇതെല്ലാം നമ്മുടെ സമ്പത്താണ്. കലിയുഗവാസികൾ അഭിമാനിക്കാം നമുക്കെല്ലാവർക്കും. കലിയുഗവാസികളായിട്ടുള്ള നമ്മുടെ സമ്പത്താണ് ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം. ഹരേ കൃഷ്ണ. പ്രായണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രത. ശ്രീലപ്രഭാത് കൂടുതൽ വിശദീകരണങ്ങൾ ഭാവാർത്ഥത്തിൽ പറയുന്നു. കലിയുഗത്തിലെ ആളുകളുടെ കാര്യം, ആയുസ്സിൻ്റെ കാര്യം ആദ്യം അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ആയുസ് 100 വർഷമാണ് നമുക്ക് ആവറേജ് ഉള്ളത് ശരിക്കും കലിയുഗത്തിൽ. പക്ഷേ ഇന്നത്തെ ആളുകൾക്ക് അതുപോലും ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടതായിട്ടുള്ള നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ശീലങ്ങളില്ല, നല്ല ശീലങ്ങളില്ല, ദുശീലങ്ങളേ ഉള്ളൂ ആളുകൾക്ക്. എല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദുശീലങ്ങൾ കൂടുമ്പോൾ ആയുസ് കുറയും, ശരീരത്തെ ബാധിക്കും. ഇന്ന് കാലത്ത് ഞാനൊരു പ്രഭാതിൻ്റെ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് പ്രഭാത് ആ ഒരു സ്പെസിഫിക്കലി ആ ഒരു ടോപ്പിക്കിൽ പറയും. കുന്തി മഹാറാണിയുടെ സ്തുതിയിലുള്ളൊരു ശ്ലോകമായിരുന്നു ചർച്ച. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിൽ നമ്മൾ ആരോഗ്യം സൂക്ഷിക്കേണ്ട കാര്യം.
നമ്മുടെ എല്ലാവരും ഹെൽത്ത് കെയർ ചെയ്യേണ്ട കാര്യം പ്രഭുപാദയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലാസ്സിൽ. അദ്ദേഹം പറയുന്നു, ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത്, ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ശരീരം നോക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത്. പ്രഭുപാദ് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അല്ലേ? ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും ഭഗവാന്റെ സേവനങ്ങൾ കുറച്ചെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഭഗവത് സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആരോഗ്യം വേണം, ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് മിതമായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് അവിടെ എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം നമ്മൾ കഴിക്കണം ആവശ്യത്തിന്, ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. എന്നാൽ അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ളത്. അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, ഉറക്കം കൂടും, ഒരു മന്ദത വരും, അങ്ങനെയുണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ മിതമായിട്ടുള്ള ആഹാരം, എന്നാൽ അത് പ്രഭുപാദ് പറയുന്ന അവിടെ അങ്ങനെയാണ്, കൂടാനും പാടില്ല കുറയാനും പാടില്ല, മിതമായിരിക്കണം എന്നുള്ളത്. അത് ആദ്യത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, കൃഷ്ണൻ്റെ സേവനം, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ ശരീരത്തെ നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ ശരീരത്തെ വേണ്ട രീതിയിൽ നോക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിളും അവിടെ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, സനാതൻ ഗോസ്വാമിയുടെ കാര്യം. ശ്രീ ചൈതന്യ മഹാപ്രഭു ചൈതന്യ ലീലയിൽ, ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, സനാതൻ ഗോസ്വാമി അദ്ദേഹം മനോഹരമായിട്ടുള്ള, ചൈതന്യ ചരിതാമൃതം അതിമനോഹരമാണ്. അതിലൊരു സെക്ഷനിൽ സനാതൻ ഗോസ്വാമി മഹാപ്രഭുവിനെ കാണാൻ ജഗന്നാഥപുരിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കാടുകളിലൂടെ അദ്ദേഹം വരുവാണ് ചെയ്യുന്നത്. വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കഴിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വെള്ളം കുടിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ നദിയിൽ നിന്നും അവിടെ എവിടുന്നാന്ന് അറിയില്ല. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ എടുത്തു അദ്ദേഹം ജഗന്നാഥപുരിയിൽ എത്താൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വല്ലാത്ത ഒരു അസുഖം വരുന്നു, ത്വക്ക് രോഗം വരുന്നു. ആ ത്വക്ക് രോഗത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് വ്രണങ്ങളൊക്കെയായി അത് പഴുത്ത് അതിൽ നിന്ന് ജലം വരുന്ന ഒരവസ്ഥ. ശരീരം മുഴുവനും ശരീരം, മുഖം മുതൽ കാല് വരെ ശരീരം മുഴുവനും വ്രണങ്ങളും ഈ പസ്സും ചോരയും ഈ ജലവും ഒക്കെ വരുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിലാണ് സനാതൻ ഗോസ്വാമി ജഗന്നാഥപുരിയിൽ എത്തുന്നത്. അപ്പോൾ എത്തിയതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സെക്ഷനാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആദ്യം അദ്ദേഹം പോകുന്നത് നാമാചാര്യ ശ്രീ ഹരിദാസ് ഠാക്കൂറിൻ്റെ അടുത്താണ്. ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കുക. ഹരിദാസ് ഠാക്കൂർ ആണെങ്കിൽ സനാതൻ ഗോസ്വാമി കാണുമ്പോൾ അദ്ദേഹം ഈ പുറമേയുള്ള ഈ ത്വക്ക് രോഗമൊന്നും കാണുന്നില്ല. അദ്ദേഹം കാണുന്ന സനാതൻ ഗോസ്വാമി മാത്രമാണ്. ഓടിപ്പോയി ആലിംഗനം ചെയ്തു ഹരിദാസ് ഠാക്കൂർ. അത് കഴിഞ്ഞ് സനാതൻ ഗോസ്വാമി അവിടെ വന്നിട്ടുണ്ടെന്ന് മഹാപ്രഭു പറഞ്ഞപ്പോൾ മഹാപ്രഭു ഓടി വന്നു. ചൈതന്യ മഹാപ്രഭു വന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു. ആരെ കെട്ടിപ്പിടിക്കുന്നു? സനാതൻ ഗോസ്വാമിയെ. ചൈതന്യ മഹാപ്രഭുവും കാണുന്നില്ല ശരീരത്തിൽ ഇത്രയും, ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തൊന്നുമല്ല, മുഴുവനും ശരീരം മുഴുവനും പൊട്ടി ജലം വന്നിരിക്കുകയാണ്, ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാപ്രഭു കാണുന്നില്ല. മഹാപ്രഭു ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ, മഹാപ്രഭുവിൻ്റെ ശരീരത്തിൽ, ആ സനാതൻ ഗോസ്വാമിയുടെ ശരീരത്തിൽ ഈ ജലവും ചോരയൊക്കെ മഹാപ്രഭുവിൻ്റെ ശരീരമാണെങ്കിൽ സുവർണ്ണ നിറത്തിലാണ് അദ്ദേഹം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ മഹാപ്രഭു ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹം വരും സനാതൻ ഗോസ്വാമി കാണാൻ. കാര്യം ഈ അസുഖം പെട്ടെന്ന് മാറുന്നില്ല. എല്ലാ ദിവസവും വന്ന് മഹാപ്രഭു ആദ്യം തന്നെ സനാതൻ ഗോസ്വാമിയെ കെട്ടിപ്പിടിക്കും. അവസാനം സനാതൻ ഗോസ്വാമിക്ക് മതിയാവും. സനാതൻ ഗോസ്വാമി ചിന്തിച്ചു തുടങ്ങും. മതിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതൻ ഗോസ്വാമിക്ക് വിഷമമാണ്. ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷൻ, അദ്ദേഹം വന്ന് എന്നെ ആലിംഗനം ചെയ്യുമ്പോൾ ഈ ശരീരത്തിൽ, എൻ്റെ ശരീരം വൃത്തികേടായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ എന്നെ തന്നെ വെറുക്കുന്ന ഒരു സമയമാണത്. വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം എന്തിനു വേണം? എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കേണ്ടത്? നോക്കൂ, മഹാപ്രഭു അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇതൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മഹാപ്രഭുവിനെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ചൈതന്യ മഹാപ്രഭു വരും. ഇതേപോലെ അദ്ദേഹം ഇതൊന്നും നോക്കാതെ എന്നെ ആലിംഗനം ചെയ്യും. അതുകൊണ്ട് ഞാൻ ശരീരം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനം സനാതൻ ഗോസ്വാമി എടുക്കും.
അങ്ങനെ സനാതൻ ഗോസ്വാമി ആ സമയത്ത് രഥയാത്ര നടക്കുന്ന സമയമാണ്. സനാതൻ ഗോസ്വാമി തീരുമാനിക്കും, നാളത്തെ ദിവസം ഞാൻ രഥത്തിൻ്റെ മുമ്പിൽ ചാടും, രഥം എൻ്റെ മുകളിലൂടെ കടന്നു പോവും, അങ്ങനെ ആ ജഗന്നാഥൻ്റെ മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, രഥത്തിൻ്റെ മുമ്പിൽ ചാടാൻ പോവാണെന്ന് പറഞ്ഞു. അദ്ദേഹം തീരുമാനിച്ച് ഇരിക്കുന്ന സമയമാണ്. അടുത്ത ദിവസം മഹാപ്രഭു വരും, അതിനു മുമ്പ് കാണാൻ വരും. സെയിം മഹാപ്രഭു വന്നാൽ ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതാണ്. അതിനുശേഷം ചോദിച്ചു, സനാതൻ, ഞാനൊരു കാര്യം അറിഞ്ഞു, നീ ശരീരം അവസാനിപ്പിക്കാൻ പോവാണോ, നീ രഥത്തിന് മുമ്പിൽ ചാടാൻ പോവാണോ എന്ന് ചോദിച്ചു. സനാതൻ ഗോസ്വാമി ഇത് ആരോടും പറഞ്ഞിട്ട് പോലുമില്ല, അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം ചോദിച്ചു, മഹാപ്രഭു പരമാത്മാവായിട്ടിരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് മനസ്സിലായി സനാതൻ ഗോസ്വാമിയുടെ മനസ്സിലുള്ള കാര്യം. അങ്ങനെ പറഞ്ഞപ്പോൾ സനാതൻ ഗോസ്വാമി ഒന്നും മിണ്ടാതെ തല കീഴ്പോട്ടാക്കി നിൽക്കുകയാണ്. മഹാപ്രഭു പറഞ്ഞു, സനാതൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ ശരീരമല്ല, നീ എനിക്ക് വേണ്ടി നീ നിൻ്റെ ശരീരവും നിൻ്റെ എല്ലാം, ശരീരമാവട്ടെ ഇന്ദ്രിയങ്ങളാവട്ടെ നിൻ്റെ മനസ്സാവട്ടെ എല്ലാം എനിക്ക് വേണ്ടി നീ മാറ്റിവെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ശരീരം നിൻ്റേതല്ല, എൻ്റേതാണ് നിൻ്റെ ശരീരം. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാനുള്ള എന്ത് അധികാരമാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സനാതൻ ഗോസ്വാമിക്ക് പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാതെയായി മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഭുപാദ് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പ്രഭുപാദ് അങ്ങനെ ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിയോട് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ സർവീസസ് ചെയ്യുന്നത് കൊണ്ട്, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തെ നിലനിർത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാര്യം ഈ ശരീരം എൻ്റേതല്ല, ഭഗവാന്റേതാണ് എന്നുള്ള പോയിന്റാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ശരീരം നിലനിർത്തുന്ന കാര്യം പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ കൂടുതൽ പ്രഭുപാദ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ആയുസ് എന്തിനാ, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമുക്കിത് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത്. മിതമായിട്ടുള്ള ആഹാരം, മിതമായിട്ടുള്ള വ്യായാമം, ഇതെല്ലാം ആവശ്യമാണ് എന്നുള്ളത് പ്രഭുപാദ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് പ്രഭുപാദ് അദ്ദേഹം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം നടക്കാൻ പോകും ഭക്തരുടെ കൂടെ. അത് എല്ലാ ദിവസവും അദ്ദേഹം എവിടെയാണെങ്കിലും എത്ര തണുപ്പുണ്ടെങ്കിലും അദ്ദേഹം ചെയ്യാറുണ്ട്, ലോകത്തിലെ ഏത് മുക്കിലാണെങ്കിലും. പ്രഭുപാദിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ആചാര്യനാണ് പ്രഭുപാദ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പ്രചരിപ്പിച്ചിട്ടുള്ളൂ, എന്നാൽ അദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ശില പ്രഭുപാദ്. അതാ ആദ്യത്തെ പോയിന്റ് പ്രഭുപാദ് പറയുന്നു. രണ്ടാമത് മടിയുടെ കാര്യമാണ് പറയുന്നത്. ആധ്യാത്മിക കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മടിയാണ് എന്നുള്ള പ്രഭുപാദ് പറയുന്നു. ആത്മസാക്ഷാത്കാരത്തിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് മടിയാണ്. ഈ ലോകത്തുള്ള ആളുകളുടെ പ്രശ്നമാണ്. നമ്മൾ ദാമോദര ആരതി, ചിലപ്പോൾ ദാമോദര മാസത്തിൽ ദാമോദര ആരതി ചെയ്യാൻ വേണ്ടി പല വീടുകളിലും പോകുന്നു, അല്ലെങ്കിൽ പല പുതിയ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, വഴക്ക് കാണിപ്പിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പറയും സത്സംഗമുണ്ട്, ഭഗവത്ഗീത ക്ലാസ് നടക്കുന്നുണ്ട്, ഭാഗവതം ക്ലാസ്സുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ വരൂ എന്നൊക്കെ പറയും. ഇവിടെ എത്ര ആളുകൾ വരാറുണ്ട്, എത്ര ആളുകൾ വരും. ചില ആളുകൾ ഭാഗ്യമുള്ളവർ വരും, ഭാഗ്യമുള്ളവർ വരും. ഇനി നമ്മൾ ഭാഗ്യം ഇല്ലാത്തവരെ ആണ് കലിയുഗത്തിലെ ആളുകളെന്ന് പറയുന്നുണ്ട്. ഭാഗ്യമുള്ളവർ വരും. അപ്പോൾ ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഒരു അവസരമുണ്ട്, പക്ഷേ എല്ലാവരും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ മടി കാണിക്കരുത് എന്നുള്ളത് പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം ഈ മനുഷ്യജന്മം നമുക്ക് തന്നിട്ടുള്ളത് ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു മടിയും കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് ഇവിടെ പറയുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മളെ വഴി മാറ്റിക്കൊണ്ടുപോകുന്ന സുമന്തമതയോ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ആയുസിൻ്റെ കാര്യം പറഞ്ഞു, 2 മടിയുടെ കാര്യം പറഞ്ഞു, ഇനി സുമന്തമതയോ എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് പറയുന്നു ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്ന തത്വങ്ങളല്ലാതെ ആ തത്വങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പുതിയ പുതിയ തത്വങ്ങളൊക്കെ കൊണ്ടുവന്ന് പല രീതിയിലും അവനവൻ്റെ ഊഹാപോഹങ്ങളിൽ പല ആളുകളും പലതും പറയുന്നു, പല ഫിലോസഫിയും പറയുന്നു, പല തത്വങ്ങളും പറയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ഭഗവാനാണ്, ദൈവമാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഇതൊക്കെ ആളുകളെ വഴിതെറ്റിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് നമുക്ക് കലിയുഗത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ള കാര്യം
പ്രഭുപാദ് നമ്മളോട് പറയുന്നു. പിന്നീട് പ്രഭുപാദ് പറയുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കാലത്ത് കലിയുഗത്തിലെ ആളുകൾക്ക് അതുകൊണ്ട് കാര്യം വഴിതെറ്റിയ ആളുകൾ ഈ ഒരു ലോകം എൻജോയ് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്രയോ പുസ്തകം എഴുതുന്ന ആളുകൾ പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ലൈഫ് അവർ പറയുന്ന അവരുടെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്, ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഐസ്ക്രീം പോലെയാണ്. ഐസ്ക്രീം എങ്ങനെയാണ്? ഉരുകി ഉരുകി പോകും അല്ലേ? ഉരുകി ഉരുകി പോകുന്നേക്കാൾ മുമ്പ് അത് ആസ്വദിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോകത്തിലെ എല്ലായിടത്തും അടിച്ചേൽപ്പിക്കുന്നു. ഈ ഭക്തരുടെ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നോക്കൂ, ലോകം മുഴുവനും ആ ഒരു ദിശയിലേക്കാണ് പോകുന്നത്. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. വഴി തെറ്റിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി സിനിമ, സ്പോർട്സ്, ചൂത്, പല ക്ലബ്ബുകൾ, പബ്ബുകൾ, അങ്ങനെയുള്ള, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, മോശമായിട്ടുള്ള സംഘം, പുകവലി, മദ്യപാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല. പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വഴിതെറ്റിയ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വഴി തെറ്റിക്കുകയാണ് ചെയ്തത്. ഈ സുമന്ത മതയ വഴി തെറ്റിക്കാനുള്ള ആളുകളുണ്ടായിരുന്നു, അങ്ങനെ അത് ഫോളോ ചെയ്യാൻ ആളുകളുമുണ്ട്. അതുകൊണ്ട് വഴിതെറ്റി ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിന് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണിത്. ഈ ഒരു 99% ആളുകളും ആ ഒരു ദിശയിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. ആളുകൾ പൈസ ഉണ്ടാക്കുക, ഇന്ദ്രിയ സുഖഭോഗങ്ങളാണ് ജീവിതത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുന്നു. അതായത് അത് പ്രഭുപാദ് ഇത് വേറെ ഭാവത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ആളുകളുടെ ചിന്താഗതി എങ്ങനെയാണ്? അതായത് സ്റ്റാൻഡേർഡ്, നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ദ്രിയ സുഖഭോഗമാണ് എന്നുള്ളത്. ഇന്ദ്രിയങ്ങളെ എങ്ങനെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ആളുകളാണ്. കുറേ വർഷങ്ങൾ മുമ്പ് അമേരിക്കയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു വലിയൊരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് വലിയ മാറാരോഗം ഉണ്ടായിരുന്നു. മാറാരോഗം ഉള്ളതുകൊണ്ട് ഡോക്ടർ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തു, നിങ്ങൾ ഇനി അധികം കാലം ജീവിക്കില്ല, നിങ്ങൾ 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇനി 6 മാസം എൻ്റെ കയ്യിൽ സമയമുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി എൻ്റെ ഓരോ ദിവസങ്ങളും എൻജോയ്മെൻറ്റിൻ്റെ ദിവസങ്ങളാണ്, ഞാൻ എൻജോയ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പൈസയെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുവാണ്. അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹം പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നു. ഇതെല്ലാം ക്യാമറയിലൂടെ എന്നിട്ട് ടി വിയിലൊരു ഷോ ആയി മാറി. ടി വി ഷോ ആയി മാറിയത് പോട്ടെ, അതായത് അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ ആയി മാറിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 6 മാസത്തിൽ ഇദ്ദേഹം മരിക്കുന്നുണ്ടോ? മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലാവധി കൂടി. പിന്നെ 6 മാസം കഴിഞ്ഞ് 1 വർഷമായി ഈ ഷോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം നിർത്താനാണെങ്കിൽ ടി വി ചാനലുകാർ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യും. കാര്യം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ ആണ്. അദ്ദേഹം തുടങ്ങിയത് എങ്ങനെ, പോകുന്നത് എങ്ങനെ? ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി, ഒരു ദിവസം കാലത്ത് ഒരു രാജ്യത്തിരുന്ന് ഭക്ഷണം കഴിക്കും, അപ്പോൾ ഒരു സ്ത്രീയുടെ കൂടെ ആയിരിക്കും. അടുത്ത രാജ്യത്തേക്ക് അദ്ദേഹം പോകുന്നു, ക്യാമറാമാനും കൂടെ ഉണ്ടാവും. അവിടെ പോകുന്നു, അവിടെ വേറെ സ്ത്രീയുടെ കൂടെ ഇരിക്കുന്നു. പിന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നു. അങ്ങനെ പിന്നെ അതേപോലെ ചിലപ്പോൾ വേറെ മലയുടെ മുകളിൽ നിന്ന് ബഞ്ചി ജമ്പ് ചെയ്യുന്നു, സ്കൈ ഡൈവിങ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഇതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ 1-2 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. 6 മാസമാണ് ഡോക്ടർ പറഞ്ഞ സമയം, പക്ഷേ 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഈ ലോകം. എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഒന്നും ആളുകൾക്ക് അറിയില്ല. എല്ലാം തലതിരിഞ്ഞ് ഒന്ന് നോക്കൂ. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ നോക്കൂ. ടി വി ഷോയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പബ്ലിസിറ്റി കിട്ടിയിരുന്നു ആ ഷോയ്ക്ക്. അത് ഷോ ആയി മാറി. അതൊരു
ഇന്നത്തെ കാലത്തും ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ അല്ലേ, നമ്മുടെ നാട്ടിലും. ഞാൻ അതിൻ്റെ പേര് ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും അറിയില്ല. പണ്ടൊരു 8 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ഉള്ളത് എനിക്ക് കേട്ടിട്ടുണ്ട്. എനിവേ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ആളുകൾ ഫോളോ ചെയ്യുന്നതും. അപ്പോൾ തലതിരിഞ്ഞ അവസ്ഥയാണ് ഇന്നത്തെ ലോകം. ഇതെല്ലാം കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാർഗത്തിലേക്ക്, ഈ ഒരു ഭക്തി മാർഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ മഹാകൃപയാണ്. നഷ്ടപ്പെടുത്താതിരിക്കണം എന്നുള്ളതാണ് പ്രഭുപാദും നമ്മുടെ ആചാര്യന്മാരും ഭഗവാനും എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു പ്രഭുപാദ് വേറൊരു കാര്യം ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നു. ഈ ആളുകൾ ഇതേപോലെ പല കാര്യങ്ങളും ചെയ്ത്, പിന്നെ അത് മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള വർണ്ണാശ്രമം ഇല്ല അല്ലേ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥ, വാനപ്രസ്ഥം, സന്യാസം, ഇതാണ് വർണ്ണാശ്രമധർമ്മം. അതിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യം ഫോളോ ചെയ്യണമെന്നുള്ളത്, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ. ഇതാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ ഇന്നത്തെ കാലത്ത് അതില്ല. കുട്ടിക്കാലം മുതലേ വഴിതെറ്റുന്ന അവസ്ഥയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരെ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്നത്? പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റമേ തകർന്നു. അപ്പോൾ പ്രഭുപാദ് പറയുന്നതാണ്, ആദ്യത്തെ ഫേസ്, ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയമേ, ആ ഒരു ഫൗണ്ടേഷനേ ഇല്ല കെട്ടിടത്തിന്. പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെ നല്ലൊരു ഗൃഹസ്ഥാശ്രമം ഉണ്ടാവും നമുക്ക് എന്നുള്ളതാണ് ചോദ്യം. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഫൗണ്ടേഷൻ ആദ്യത്തെ വർഷങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഗുരുവിൽ നിന്നും നമ്മൾ വരിഷ്ഠരായിട്ടുള്ളവരിൽ നിന്നും പഠിക്കുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗൃഹസ്ഥാശ്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ, ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ. അതില്ലെങ്കിൽ പിന്നെ ഗൃഹസ്ഥാശ്രമം മോശമായിരിക്കും. അതുകൊണ്ടാണ് അടികൂടുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് ഇന്നത്തെ കാലത്ത്. പിന്നെ എങ്ങനെ മുന്നോട്ട്, പിന്നെ വാനപ്രസ്ഥത്തിൻ്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ, ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, ഈ ഒരു ലോകത്തിലെ സ്റ്റാൻഡേർഡ് എന്ന്, അതായത് ചെയ്യേണ്ട കാര്യം എന്നുള്ള ഒരു ധാരണയിലാണ് ആളുകൾ ഇരിക്കുന്നത്. ആളുകൾക്ക് ആത്മീയ തലത്തിലുള്ള ഒരു മൂല്യത്തെക്കുറിച്ചും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിലയുമില്ല, ആളുകൾക്ക് അറിയുമില്ല, അതിന് താല്പര്യമില്ല. ഇതാണ് അവസ്ഥ. എന്നാൽ ശൗനകാദി ഋഷികൾ, അവരുടെ മഹാകൃപ നോക്കൂ. അവർ അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ആളുകളുടെ ഉള്ളിലേക്ക് ശ്രീമദ് ഭാഗവതത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സൂതഗോസ്വാമിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്കെല്ലാവർക്കും വേണ്ടി. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ശൗനകാദി ഋഷികൾ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് സൂതഗോസ്വാമി പറയാൻ പോകുന്നതും. അപ്പോൾ ഇതാണ് ആചാര്യന്മാരുടെയും ഗുരുജനങ്ങളുടെയും മഹാകൃപ. അപ്പോൾ അവർ കൃപ ലോകത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരത് സ്വീകരിക്കുന്നില്ല. അതാണ് ഭാഗ്യമില്ല എന്ന് പറയുന്നത്. ഭാഗ്യമുള്ളവർ അത് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ വന്നു. ഭഗവാന്റെ കൃപ കൊണ്ട്, ആ ഗുരുജനങ്ങളുടെ കൃപ കൊണ്ട് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളൊരു ചാൻസാണ്. സോ അത് നമ്മൾ കളയാതെ ഈ ഒരു സമ്പത്ത്, ശ്രീല പ്രഭുപാദും നമ്മുടെ ആചാര്യന്മാരും തന്നിട്ടുള്ള ഈ സമ്പത്ത്, ഭക്തിയുത സേവനം എന്ന് പറയുന്ന, കൃഷ്ണാവബോധം എന്ന് പറയുന്ന സമ്പത്തിനെ നമ്മൾ വളരെ നന്ദിയോടുകൂടി, കൃതജ്ഞതയോടുകൂടി, വളരെ വിനയത്തോടുകൂടി സ്വീകരിച്ച് നല്ല രീതിയിൽ അതിനെ ആചരിക്കുക. എന്നിട്ട് തിരിച്ച് നമ്മൾ പ്രഭുപാദനും ഗുരുജനങ്ങൾക്കും വേണ്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം അതാണ്. തന്നിട്ടുള്ളതിനെ നല്ല രീതിയിൽ സ്വീകരിക്കുക, കൃതജ്ഞതയോടുകൂടി, നന്ദിയോടുകൂടി, വിനയത്തോടുകൂടി ആചരിക്കുക. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. കൂട്ടത്തിൽ പകർന്നു കൊടുക്കുമ്പോൾ ചിന്തിക്കണം, ഇത് ഞാനല്ല കൊടുക്കുന്നത്, ഗുരുജനങ്ങളാണ് കൊടുക്കുന്നത്, അവരുടെ കയ്യിലുള്ള വെറും ഉപകരണങ്ങൾ മാത്രമാണ് ഞാൻ എന്നുള്ള ഭാവത്തോടുകൂടി അവരുടെ ബിഹാഫിൽ, അവരെ പ്രതിനിധീകരിച്ച് നമ്മൾ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആചാര്യന്മാർക്കും ഗുരുജനങ്ങൾക്കും എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇല്ലെങ്കിൽ അറിയില്ല എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഈ കടപ്പാട് തീർക്കാൻ വേണ്ടി. അത്രമാത്രം കടപ്പാടുണ്ട് നമുക്ക്. ഇല്ലെങ്കിൽ ഇതേ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സമയം പാഴാക്കി കളഞ്ഞേനെ.
സോ ഭഗവാന്റെ മഹാകൃപയാണ്. വീണ്ടും വീണ്ടും നമ്മൾ പറയുന്ന എന്തിനു പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഇത് തന്നെ നമ്മളെപ്പോഴും പറയുന്നതല്ലേ. പക്ഷേ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കാലാകാലങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത വരണം. പ്രഭുപാദ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നത്. ഭാവാർത്ഥങ്ങളിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പല കാര്യം ഹരേകൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ച് പറയും, ഭക്തിയെക്കുറിച്ച് പറയും, സത്സംഗത്തെക്കുറിച്ച്. എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? കാര്യം അതിൻ്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. മറന്നു പോകാതിരിക്കും. കാര്യം നമ്മൾ എല്ലാം പെട്ടെന്ന് മറക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ മെമ്മറി മോശമാണ്. കലിയുഗ മെമ്മറിയാണ് നമ്മുടെ, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ എല്ലാം മറന്നു പോകും. ഇന്നലെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഓക്കെ, അപ്പോൾ പറയും ഈ സമയത്ത് ഞാൻ ഭാഗവതം ക്ലാസ്സിലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഭാഗവതം ക്ലാസ്സിൽ ഈ സമയത്ത് എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്തതെന്ന് എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ മെമ്മറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. സത്യയുഗത്തിലെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. അവർക്ക് പുസ്തകം വേണ്ടിയിരുന്നില്ല, വേദങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അത്രയും മെമ്മറി ഉണ്ട്. ഒരു പ്രാവശ്യം കേൾക്കുന്നു, ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറും. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ ഒരു കലിയുഗത്തിലായതുകൊണ്ട്. പക്ഷേ എന്നാലും അതിനുള്ള അവസരങ്ങളുമുണ്ട്. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുമുണ്ട്. അവസരങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഭഗവാന്റെ കൃപ കൊണ്ട്, ഗുരുജനങ്ങളുടെ കൃപ കൊണ്ട്. അപ്പോൾ ആ ഒരു കൃപയെ മനസ്സിലാക്കി നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु शीला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, श्री वृंदावन धाम की जय, श्री सच्चिनंदन श्री गौर हरि की जय, गौड़ीय गुरुवृंद की जय. जय जय श्री राधे श्याम. हरे कृष्ण. പ്രണാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. हरे कृष्णा प्रभु जी. हरे कृष्ण. प्रणाम प्रभु जी. ഹരേ हरे കൃഷ്ണ. कृष्ण प्रभु. हरे कृष्णा प्रभु जी, प्रणाम प्रभु जी. हरे പ്രണാമം. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जी. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. प्रभुजी, प्रणाम प्रभुजी. हरे कृष्ण. പ്രഭുജി എനിക്ക് ഒരു हरे ഹരേ कृष्ण प्रभु जी. കൃഷ്ണ. സംശയം ചോദിക്കാനുള്ള ടൈമാണ്. ചോദിച്ചോളൂ പ്രഭു. സന്തോഷ് പ്രഭുവിന് എന്തോ സംശയമുണ്ടെന്നോ? സന്തോഷ് ഗോപി പ്രഭു എന്തോ പറയുന്നുണ്ടായിരുന്നു. പറയൂ പ്രഭു. സന്തോഷ് പ്രഭു. സന്തുഷ്ട പ്രഭു ചോദിച്ചോളൂ. കേൾക്കുന്നില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? പ്രഭുജി, ഹരേ കൃഷ്ണ. പാർവതി ശിവനോട് പറഞ്ഞ ആ ഒരു ലൈൻ ഒന്ന് പറയോ? ആരാധന സർവേഷാം ആരാധനാനാം സർവേഷാം വിഷ്ണുർ ആരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാന സമർച്ചനം. ഹരേ കൃഷ്ണ. ഇത് ഞാൻ ചോദിക്കട്ടെ പ്രഭുജി? യെസ് യെസ്. ഹരേ കൃഷ്ണ. ആ, അത് നമ്മൾ ഈ ശ്രീകൃഷ്ണ ലീല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു ഡിവോട്ടി ഇതുപോലെ പറഞ്ഞു രാധാറാണിയുടെ ഭാഗ്യമാണെന്ന്. അത് നമ്മൾ അങ്ങനെ പറയുന്നത് അപരാധമാണോ? അത് രാധാറാണിയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. എന്ത്? അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ അത്രയും അടുത്ത് കിട്ടിയ ഒരാളല്ലേ രാധാറാണി. അപ്പൊ ഇങ്ങനെ പറഞ്ഞു അത് രാധാറാണിയുടെ ഭാഗ്യമാണെന്ന് ഒരു ഡിവോട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് അപ്പൊ അവിടെ നിന്ന് ആചാര്യം പറഞ്ഞു അത് അങ്ങനെ അത് പറയുന്നത് അപരാധമാണെന്ന് പറയുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അതെന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? കോണ്ടെക്സ്റ്റ് അറിയാത്തതുകൊണ്ട് എനിക്ക് അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ എന്തായിരുന്നു ചർച്ച എന്നുള്ളത് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കോണ്ടെക്സ്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ കമൻറ്റ് ചെയ്യില്ല. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ രാധാ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. രാധാകൃഷ്ണ ഏക ആത്മ ദൂഹി ദേഹധാരി അന്യോനെ വിലാസരസ ആസ്വാദനകാരി. അവിടെ പറയുന്നു രാധാകൃഷ്ണ ഏക ആത്മ, രണ്ടുപേരും ഒരു വ്യക്തികളാണെന്ന് പറയുന്നത്. ലീലകൾ ചെയ്യാൻ വേണ്ടി അവർ രണ്ടാവുന്നതാണ്. അപ്പോൾ രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയില്ല. കൃഷ്ണൻ്റെ അവർ രണ്ടുപേരും നമ്മൾ മാറ്റി നിർത്താൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ അതായത് ആ തത്വങ്ങളും അങ്ങനെയാണ്. കൃഷ്ണൻ രാധയും ഒന്നാണ് ശരിക്കും.
രസങ്ങൾ ലീല ആസ്വാദനത്തിന് വേണ്ടി രണ്ടാവുന്നതാണ് എന്നുള്ളതാണ് രാധാതത്വത്തിൽ പറയുന്നത്. കാര്യം കൃഷ്ണൻ്റെ 3 ശക്തികൾ, ആന്തരിക ശക്തിയിൽ സന്ധിനി, സംവിത്, ഹ്ലാദിനി ശക്തികളുണ്ട്. അല്ല, ഹ്ലാദിനി ശക്തി എന്ന് പറയുന്ന ആനന്ദം എന്ന് പറയുന്ന ശക്തി പ്രദാനം ചെയ്യുന്ന ശക്തിയാണ്. അപ്പോൾ ആ ശക്തിയുടെ അധിഷ്ഠാത്രി ദേവി തന്നെ രാധാറാണിയാണ്. അപ്പോൾ കൃഷ്ണനുമായിട്ട് മാറ്റി നിർത്താൻ പറ്റുന്നൊരു വ്യക്തിയല്ല രാധ. അതുകൊണ്ട് ഇതാണ് തത്വം. ഓക്കെ, ഇനി ബാക്കി പ്രഭു കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റും കൂടെ ഒന്ന് നോക്കി പ്രഭു അതിനെ ഹരേ കൃഷ്ണ. ഹരേ വിശദീകരിക്കും. കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഗുഡ്. ഹരേ കൃഷ്ണ. യെസ്, വേറെ ഹരേ ആരെങ്കിലും? കൃഷ്ണ. ഹരേ യെസ്. കൃഷ്ണ പ്രഭുജി. രാധേ രാധേ. പ്രഭുജി ക്ലാസ്സിൽ ആദ്യം പറഞ്ഞായിരുന്നു, ശിവഭഗവാൻ പാർവതിയോട് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആരാധന ഭഗവാൻ വിഷ്ണു ആണെന്നും, പിന്നീട് വിഷ്ണു ഭക്തരാണ് കൂടുതൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്നും പറയുന്നു. അപ്പോ ശിവഭക്തരെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വിഷ്ണു ഭക്തരാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ശിവഭക്തരാണെന്നാണോ പ്രഭുജി വിശദീകരിച്ചത്? അല്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. വൈഷ്ണവാന യഥാശംഭു, വൈഷ്ണവൻ പരമ വൈഷ്ണവനാണ് ശിവൻ. പാർവതി ദേവി ശിവനെ ആരാധിക്കുന്നത് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സാധാരണ ശിവഭക്തരോ അല്ലെങ്കിൽ വേറെ ഭക്തർ അവർ എന്തിനാണ് ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത്? ആ സ്നേഹം കൊണ്ടാണെങ്കിൽ ഓക്കെ, അവരെ നമുക്ക് അംഗീകരിക്കാം, ഒരു കുഴപ്പമില്ല, അവരെ മാറ്റേണ്ട ആവശ്യമില്ല. അതായത് അന്യാഭിലാഷിത ശൂന്യം, ജ്ഞാനകർമാതി അനാവൃതം, അനുകൂലമായിട്ടുള്ള സ്നേഹം, ആ ശിവഭഗവാനോടൊരു അവർക്ക് തോന്നുന്ന ഒരു അടുപ്പം അല്ലെങ്കിൽ ആ ഒരു ആരാധന ഒന്നും പ്രതീക്ഷിക്കാതെ, ഭൗതിക സുഖങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനോ അല്ലാതെ ആ ഒരു ഭാവത്തിലാണ് ഭക്തി എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ചെയ്യുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. അത് ശരി, കുഴപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്. നേരെ മറിച്ച് അദ്ദേഹത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് അവരെ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാര്യം ഒരു ഏത് ദേവതമാരാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ദേവതമാരുടെ കാറ്റഗറിയിൽ മഹാദേവൻ്റെ സ്ഥാനമാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ, ഭൗതികമായിട്ടുള്ള കാര്യസാധ്യത്തിനാണെങ്കിൽ അത് പരിശുദ്ധ ഒരു ഭക്തിയല്ല, ഭക്തിയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ പാർവതി ദേവിയുടെ ഭക്തി അങ്ങനെയല്ല. പാർവതി ദേവി വൈഷ്ണവിയാണ്. പാർവതി ദേവി ഇതെല്ലാം എഗെയിൻ പാർവതി ദേവി വിഷ്ണുവിനെ ആരാധിക്കുന്നില്ല എന്നോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജഗന്നാഥ്പുരി തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിമലാദേവിക്ക് ആദ്യം ഓഫർ ചെയ്തിട്ട് ആണ് പിന്നീട് പ്രസാദം കൊടുക്കുന്നത്. അല്ലെങ്കിൽ പ്രസാദം ആദ്യം പോകുന്നത് വിമലാദേവിക്കാണ്, ഭഗവാന്റെ പ്രസാദം അല്ലേ. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വിമലാദേവി, പാർവതി ദേവി ഭഗവാന്റെ ഭക്തൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കുന്നു. വൈഷ്ണവാനാം ശംഭുവും ദേവിയും അവർ രണ്ടുപേരും ഭഗവാന്റെ ഭക്തർ തന്നെയാണ്. പക്ഷേ അതിലെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ കാര്യം അതാണ്. ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ മഹാദേവനെ ആരാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിയായിട്ടുള്ള ആരാധനയല്ല. കാര്യം അതിൻ്റെ പുറകിൽ ആഗ്രഹങ്ങളുണ്ട്. അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ പ്രഭു. ഒറ്റ മിനിറ്റ് സീനമാതാജി. ഡെമിഗോഡ്സ് എന്തിനാണ് പ്രഭു? ഹരേ കൃഷ്ണ. ഡെമിഗോഡ്സ് എന്തിനാണ് അങ്ങനെ വന്നത്? ഒരു മിനിറ്റ്, സുചാരു മാതാജിയുടെ ക്ലാരിറ്റി ആയോ എന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ക്ലാരിറ്റി ആയി പ്രഭുജി. ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച് മാതാജി. ഇങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. എല്ലാവർക്കും ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സീന മാതാജി ചോദിച്ചത് പറയൂ, ഒന്നുകൂടെ പറയൂ. ഹരേ കൃഷ്ണ. പിന്നെ ഡെമിഗോഡ്സ് പിന്നെ എന്തിനാണ് എല്ലാവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ അങ്ങനെ വന്നത് ഡെമിഗോഡ്സ് ഒക്കെ? ദേവതമാര് ആവശ്യമുണ്ട്. കാര്യം ഈ ലോകത്തിലെ പല കാര്യങ്ങളും നടത്താൻ വേണ്ടി ആൾ വേണം. ഇപ്പോൾ സൃഷ്ടി ചെയ്യാൻ സഹായിക്കാൻ ബ്രഹ്മാവിൻ്റെ ആവശ്യമുണ്ട്. സംഹാരത്തിൻ്റെ സമയത്ത് മഹാദേവൻ്റെ ആവശ്യമുണ്ട്. ഭൂതഗണങ്ങളെ നോക്കാൻ വേണ്ടി ആവശ്യമുണ്ട്, മഹാദേവനുണ്ട്. യമരാജനുണ്ട്, ശിക്ഷകൾ ആളുകൾക്ക് കർമ്മം അനുസരിച്ച് എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് ശിക്ഷ കൊടുക്കാൻ. സൂര്യദേവനുണ്ട്, സൂര്യൻ്റെ പ്രകാശം കൊടുക്കാൻ. ചന്ദ്രദേവൻ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിലെ ചെയർമാൻ മാത്രമല്ലല്ലോ, കമ്പനി റൺ ചെയ്യണമെങ്കിൽ അവിടെ ചെയർമാനെ സഹായിക്കാൻ കുറേ ആളുകളെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർമാൻ അപ്പോയിന്റ് ചെയ്യും. അതേപോലെ ഭഗവാൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന ദേവതമാരെ എല്ലാവരും. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്.
അവർക്ക് ജോലിയുണ്ട്, കൂട്ടത്തിൽ അവർക്ക് കുറച്ച് ശക്തിയും പവറും കൊടുത്തിട്ടുണ്ട്. കാര്യം അതേ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. എല്ലാ കാര്യത്തിനും ചെയർമാൻ്റെ അടുത്തേക്ക് ഓടുവാണെങ്കിൽ പിന്നെ അങ്ങനെ മാനേജേഴ്സിനെ വെച്ചിട്ട് ആവശ്യമുണ്ടോ? മാതാജി ചോദിച്ച ചോദ്യത്തിൻ്റെ എക്സ്റ്റൻഷൻ ചോദ്യം അതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് പറയുകയാണ്. എന്തിനാണ് അവരുടെ റോള്? അപ്പോൾ അവർ ചിലപ്പോൾ വരം കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു. കാര്യം അവർക്കൊരു പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ചെയർമാൻ മറ്റുള്ള ഡയറക്ടേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പവർ കൊടുക്കും. കാര്യം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യം അവർ നോക്കി റിപ്പോർട്ടിംഗ് ഉണ്ട്. പക്ഷേ എന്നാലും ഓരോ ചെറിയ കാര്യത്തിനും ചെയർമാൻ്റെ അടുത്തേക്ക് ഓടുവാണെങ്കിൽ പിന്നെ അവരെ ആ ഒരു മാനേജറിൻ്റെ പൊസിഷനിലോ ഡയറക്ടറിൻ്റെ പൊസിഷനിലോ ഇരുത്താൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? അതേപോലെ ഈ പറയുന്ന ദേവതമാർക്കൊക്കെ ഓരോ ജോലികളുണ്ട്. അവർക്ക് പവറും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ പവറ് അവർക്ക് ഇതുപോലെ വരങ്ങൾ കൊടുക്കാനുള്ള അനുഗ്രഹമൊക്കെ അവർക്ക് അതിനുള്ള ശക്തിയുണ്ട്. പക്ഷേ ആ ശക്തിയും കൊടുക്കുന്നത് ഭഗവാനാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ദേവതമാരെ ആരാധിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് വരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രദാനം ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അവരെല്ലാവരും, ഈ ദേവതമാരെല്ലാവരും. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ മാതാജി ചോദിക്കുന്നത് എന്തായിരുന്നു? എന്തിനാണ് അമ്പലങ്ങളെന്നാണോ? അതാണോ ചോദിച്ചത്? അവസാനം ചോദിച്ചത്? അതെ, അമ്പലങ്ങളിൽ പോയി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പം കാര്യം വേദങ്ങളിൽ പറയുന്നുണ്ട്. വേദങ്ങളിൽ എല്ലാ ദേവതമാരുടെ കാര്യവും പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വേദം ഒരു കൽപ്പവൃക്ഷം പോലെയാണെന്നുള്ളത്. അവിടെ ഭഗവാൻ പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് മാത്രമല്ല ദേവത ആരാധനയെക്കുറിച്ചും പല പല യജ്ഞങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാര്യം പല ഗുണങ്ങളിലുള്ള ആളുകളാണ് ലോകത്തുള്ളത്. സത്വഗുണം, രജഗുണം, തമോ ഗുണം, ഇതിൻ്റെ കോമ്പിനേഷനിലാണ് ആളുകളുള്ളത്. അപ്പോൾ പല ആളുകൾക്കും പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണം നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് +2 സിലബസ് കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാവുമോ? എന്തെങ്കിലും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സിലബസാണ് അവർക്ക് പറ്റുന്നത്. അതേപോലെ ഈ ദേവതമാരെ ആരാധിക്കുന്നത് അങ്ങനെ ദേവത ആരാധനയിലൂടെ പതുക്കെ പതുക്കെ അവർക്ക് പരിശുദ്ധമായിട്ടുള്ള വിഷ്ണു ആരാധനയിലും കൃഷ്ണ ആരാധനയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു വഴിയും കൂടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ്സും ഓരോരുത്തരുടെ ഗുണങ്ങളും അനുസരിച്ച് പല ടൈപ്പ് ഓഫ് ആളുകൾ ഉള്ളതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും. അതുകൊണ്ട് വ്യാസദേവനും ഭഗവാനും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും ദേവതമാരും ഉള്ളതും അവർക്ക് ഓരോ പവർ കൊടുത്തിട്ടുള്ളതും അവരെ ആരാധിക്കാനുള്ള വഴികളും മാർഗങ്ങളും ഒക്കെ വേദങ്ങളിൽ പറയുന്നത്. ഗ്രാജുവലി എല്ലാവരെയും കൃഷ്ണഭക്തിയിലേക്ക് വിഷ്ണുഭക്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ. കാര്യം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ചെറിയ കുട്ടികൾക്ക് എന്തും കോളേജിലെ സിലബസ് കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. സോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, താങ്ക് യു പ്രഭു. ഇപ്പൊ ശരിക്കും മനസ്സിലായി, ലാസ്റ്റ് പോയിന്റ് മനസ്സിലായത് ശരിക്കും ഗുണങ്ങൾക്കനുസരിച്ച് അല്ലേ? സത്വരജോ തമോ. അപ്പോൾ ആര് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് തത്വങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉത്തരം ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഒരു സംശയവും പാടില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൃഷ്ണഭക്തി എന്തുകൊണ്ട് നമ്മൾ ഈ ഫിലോസഫിക്കലി എന്തുകൊണ്ട് ഈ തത്വങ്ങൾ പഠിക്കണം നമ്മളെന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ്. ലീലകൾ മാത്രം കേട്ടാൽ പോരാ, കാര്യം തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഇതേപോലെ സംശയങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാത്രമല്ല മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും. ആ സമയത്ത് നമുക്ക് ഉത്തരം വേണം. അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസാണ് പോകുന്നത്. നമുക്ക് ഉത്തരവില്ലെങ്കിൽ അത് നമുക്കറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും ശരിയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വല്ല പ്രസക്തി ഉണ്ടോ എന്നുള്ളത് തോന്നൽ വരും. സോ അതുകൊണ്ട് തത്വങ്ങളും കൂടെ പഠിക്കണം, അതിന് മടി കാണിക്കരുത് എന്നുള്ളത് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ, ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നു. എനിക്കറിയാമെന്നുള്ളതല്ല, ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അറിയാത്തതാണെങ്കിൽ ഞാൻ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറയും. അതുകൊണ്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലാരിറ്റീസ് വന്നു കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻസ് എപ്പോഴും നമ്മൾക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെയോ. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിക്കും നമ്മളിപ്പോ ശരിക്കുള്ള എൻജോയ്മെന്റിലേക്ക് വരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വളരെ ചൂടുപിടിച്ചു വരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രവൃത്തിയോടെ യാതൊരു മുടക്കവും കൂടാതെ ഇത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോകണം. അതിനുവേണ്ടി നമ്മൾ ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം.
ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ കൃഷ്ണ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 രാമ ഹരേ 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 കൃഷ്ണ രാമ ഹരേ രാമ 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 ഹരേ ഹരേ च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। मैं कोटि वैष्णव की ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कीर्तन കൃഷ്ണ की हरे कृष्ण महामंत्र की श्रील ഹരേ प्रभुपाद की കൃഷ്ണ जय കൃഷ്ണ जय ഹരേ രാമ स्वामी की രാമ जय। രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ